പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനം ബഹിഷ്കരിക്കാൻ ആഹ്വാനം. മണിപ്പൂരിലെ 6 നിരോധിത സംഘടനകളാണ് ബഹിഷ്കരണാഹ്വാനം നൽകിയിരിക്കുന്നത്. കടകളും സ്ഥാപനങ്ങളും അടച്ചിടണമെന്നും ആഹ്വാനമുണ്ട്. ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കുന്ന. അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് മണിപ്പൂരിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം. അതേസമയം തന്നെ ബഹിഷ്കരണ ആഹ്വാനം വരുന്നു. ഇതേതൊക്കെ നിരോധിത സംഘടനകളാണ്? കേന്ദ്ര സർക്കാർ പ്രതികരിക്കുന്നുണ്ടോ? സർക്കാരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് ഈ മണിപ്പൂരിലാകെ ഒരുക്കിയിട്ടുള്ളത്. ഇംഫാലിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി ചുരാചന്ദ്പൂരിലേക്ക് പോകും ശനിയാഴ്ച രാവിലെ. അതിനുശേഷം ഇംഫാലിലേക്ക് തിരിച്ചെത്തിയ ഒരു പൊതുയോഗത്തിലും അദ്ദേഹം സംസാരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 2023 ആദ്യം തന്നെ ഈ കലാപം ആരംഭിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ പല സംഘടനകളും പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്തണം, വിഷയങ്ങൾ ചർച്ച ചെയ്യണം, പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം പോകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, മണിപ്പൂരിലെ കുറിച്ച് വിശദമായ വിവരങ്ങൾ ചർച്ച ചെയ്യാൻ പോലും പല ഘട്ടത്തിലും പ്രധാനമന്ത്രി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 6 സംഘടനകൾ പ്രധാനമന്ത്രിയുടെ വരവിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നത്. അവർ കടകൾ അടച്ചിടാനും ബന്ദ് പോലെ ആ ദിവസം ആചരിക്കാനുമാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ബന്ദ് ആഹ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബഹിഷ്കരണ ആഹ്വാനം നടത്തുന്ന ആളുകളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇടപെടലൊക്കെ മണിപ്പൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.